ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി ബോട്ടി ഫ്രൈ വളരെ രുചികരമായി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നത്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ വിലയേറിയ കമൻറ്റും ഷെയറുകളും തന്ന് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണണേ. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ 2 കിലോ ബോട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഈ 2 കിലോ ബോട്ടിയും ഞാനിവിടെ കഴുകിയെടുക്കുകയാണ്. വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊടുത്ത് ഇങ്ങനെ 7 തവണയായി പച്ചവെള്ളത്തിൽ ഞാനിത് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ 7ാമത്തെ തവണയാണ് ഇത് കഴുകുന്നത്. കൈവച്ച് നന്നായി ഉരച്ച് കഴുകിയതിന് ശേഷം വീണ്ടും നല്ല വെള്ളം നിറച്ച് വീണ്ടും കഴുകി ഇത് ഒരു അരിപ്പാത്രത്തിലേക്കിട്ട് ഊറ്റിയെടുക്കുകയാണ്. ഇനി ഇത് ഊറ്റിയെടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ആ പാത്രം തന്നെ പൈപ്പിൻ്റെ ചുവട്ടിലേക്ക് വെച്ച് പാകത്തിന് വെള്ളമായതിനു ശേഷം ഈ ഊറ്റിക്കളഞ്ഞ ബോട്ടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ബോട്ടി അതിലേക്കിട്ട് പാകത്തിന് വെള്ളവും ഒഴിച്ച് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് നമുക്ക് ഇതൊന്ന് തിളപ്പിക്കാം. തിള വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. സ്മെൽ പോവാനും നമുക്കിതിൻ്റെ മീതെയുള്ള വേസ്റ്റായ തൊലിയെല്ലാം നീക്കം ചെയ്യാനും വേണ്ടിയിട്ടാണ് തിളപ്പിക്കുന്നത്. നല്ല തിള വന്നു കഴിഞ്ഞു. ഇടയ്ക്കൊന്ന് കയ്യിൽ കൊണ്ട് ഇളക്കി നോക്കിയതിന് ശേഷം നമുക്കിത് ഒരു അരിപ്പാത്രത്തിലേക്കൊന്ന് ഇട്ട് ഊറ്റിയെടുക്കാം. ഇങ്ങനെ ഊറ്റിയെടുത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് കഴുകിയെടുക്കാം. വീണ്ടും ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ തൊലിയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഒരു കത്തി വെച്ച് ഇതിൻ്റെ മീതെയുള്ള തൊലിയെല്ലാം നമുക്കൊന്ന് നീക്കം ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മീതെയുള്ള തൊലിയെല്ലാം വരണ്ടി കളയുകയും ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിത് ഇതിൻ്റെ മീതെയുള്ള തൊലിയെല്ലാം ചീന്തിയെടുക്കാം. ഞാനിവിടെ 3 തവണയായിട്ടാണ് വീണ്ടും ഈ തിളച്ച ബോട്ടി തിളപ്പിച്ചത് വീണ്ടും കഴുകി കൊടുക്കുന്നതിൻ്റെ സ്മെല്ല് പോവാനായിട്ട് നമുക്ക് അത്രയും തവണ കഴുകി കൊടുക്കേണ്ടതുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇത് കത്തിയെടുത്തതിൻ്റെ മീതത്തെ തൊലിയെല്ലാം നമുക്ക് ചെത്തിക്കളയാം. ഇത് കുറച്ച് മൂത്ത പോത്തായതിനാൽ ഇതിൻ്റെ തൊലിയെല്ലാം നല്ല കട്ടി കൂടുതലാണ്. അപ്പോൾ നമുക്ക് കത്തി വെച്ചിട്ടൊന്ന് പൊളിച്ചെടുക്കാം. ഇങ്ങനെ പൊളിച്ചെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് കഴുകിയെടുക്കാം. വെള്ളം ഒഴിച്ച് വീണ്ടും ഒന്ന് കഴുകിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു കുപ്പി സുർക്ക എടുത്ത് അതിൽ നിന്ന് കുറച്ച് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കയ്യിൽ വെച്ച് ഇളക്കിയതിന് ശേഷം നമുക്കിത് കഴുകി വാരിയെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു കുക്കർ എടുത്ത് വെച്ച് ഇതിലേക്ക് നമുക്ക് കഴുകി വാരിയെടുത്ത് ക്ലീൻ ചെയ്തെടുത്ത നമ്മുടെ ബോട്ടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കുഞ്ഞ് സവാള വളരെ കനം കുറച്ച് അരിഞ്ഞതും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു 10 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഇതിലേക്ക് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും നമുക്കിതിലേക്ക് ചേർക്കാം. കൈ വെച്ച് നന്നായി നമുക്കൊന്ന് കുഴച്ചെടുക്കാം. എൻ്റെ കുക്കർ ഞാൻ അടുപ്പിൻ്റെ മീതെയാണ് വെച്ചിരിക്കുന്നത്, ഓണാക്കിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് കൈ വെച്ച് നന്നായി കുഴച്ച് ഒരു 1/2 കപ്പ് വെള്ളം നമുക്കിതിലേക്കൊന്ന് ഒഴിച്ച് വീണ്ടും കൈ വെച്ച് നന്നായി കുഴച്ചെടുക്കാം. ഒരു 2-3 സെക്കൻഡ് നന്നായി നമുക്കൊന്ന് കുഴച്ചെടുത്ത് കുക്കർ അടച്ച് വെച്ച് നമുക്കൊരു 8 വിസിൽ വരുന്നത് വരെ തീ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാം. വയസ്സായവർക്കും കുട്ടികൾക്കും നന്നായി വേവേണ്ടതുള്ളത് കൊണ്ട്
നമുക്കൊരു 8 വിസിൽ ഇതിന് ആവശ്യമാണ്. എൻ്റെ ബോട്ടി ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. കണ്ടോ, എൻ്റെ ബോട്ടി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഞാൻ ഇളക്കി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇനി നമുക്കൊന്ന് ഫ്രൈ ആക്കാം. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് അതിന്മേലേക്ക് നമ്മുടെ പാൻ വെച്ച് കൊടുക്കാം. പാൻ വെച്ചതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ കറിവേപ്പിലേക്ക് നമുക്ക് കുറച്ച് നമ്മുടെ ബോട്ടി ഇട്ട് നമുക്ക് ചെരിഞ്ഞു കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായി ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 3 മീഡിയം സൈസ് സവാള അരിഞ്ഞത് നമുക്കൊന്ന് ചേർക്കാം. കുഞ്ഞു മീഡിയം സൈസ് സവാളയാണ് എൻ്റേത്. ഞാനതാണ് ഇതിലേക്ക് വളരെ നൈസായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 3 എണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിട്ട് നന്നായി ഒന്ന് ഇളക്കി വഴറ്റി കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി വിതറി കൊടുക്കാം. ഇനി നമുക്ക് നന്നായി ഒന്ന് വരട്ടിയെടുക്കാം. ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇതും. നമുക്ക് നന്നായി ഒന്ന് വരട്ടിയെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളകും പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർക്കുക. എനിക്ക് സ്വല്പം ഉപ്പും കൂടി നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു സ്വല്പം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഫ്രൈ ആക്കി കൊണ്ടിരിക്കണം. ഏകദേശം ഒരു 15 മിനിറ്റ് 20 മിനിറ്റിനുള്ളിൽ ഫ്രൈ ആയി കിട്ടും. കൈ വിടാതെ ഇങ്ങനെ ഇളക്കി കൊണ്ടിരുന്നാൽ മതി. ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഇളക്കി ഒരു 15-20 മിനിറ്റ് ആകുമ്പോഴേക്കും ബോട്ടി ഫ്രൈ ഈ പരുവത്തിലായി വരും. അപ്പോൾ നമുക്കിത് ഇറക്കി വെക്കാം. നമ്മുടെ വളരെ രുചികരമായ ബോട്ടി ഫ്രൈ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എൻ്റെ വീഡിയോകൾ ഇടാൻ ഞാൻ വൈകിയത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉപ്പാൻ്റെ മരണവും പിന്നെ എൻ്റെ മോളുടെ കല്യാണ തിരക്കുമൊക്കെ ആയതിനാലാണ്. വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. നിങ്ങളെൻ്റെ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവിധ സപ്പോർട്ടും നൽകണേ. ഓക്കേ, ബൈ ബൈ.